ചെന്നൈ മെട്രോയുടെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൂണമല്ലി ബൈപ്പാസ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ മുതൽ പോരൂർ വരെ ഏകദേശം 8 കിലോമീറ്ററോളം മെട്രോയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. മെട്രോ ഓടാൻ സജ്ജമാണ്. അടുത്ത വർഷം നാടിന് സമർപ്പിക്കും. ദളപതി വിജയ് മെട്രോയിലൂടെ സഞ്ചരിച്ച നിങ്ങൾ കണ്ടില്ല, അത് ഈ ഒരു പൂണമല്ലി ജംഗ്ഷൻ മുതൽ പോരൂർ വരെയാണ്. മെട്രോ യാത്ര കഴിഞ്ഞ് ദളപതി വിജയ് ഇതാ ഇങ്ങോട്ട് വരും, കത്തിപ്പാറ ഈ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് വരും. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ദളപതി വിജയ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പവർ! ഈ ഒരു സന്നാഹങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണണം. ഇതാ ഞാൻ ആദ്യമായിട്ടാണ് വിജയനെ കാണുന്നത് കേട്ടോ. സിനിമയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. നമുക്ക് ലക്കാണ്, നമ്മൾ ഇതിലൂടെ പോകുമ്പോഴാണ് തമ്പി CM ഇന്നേക്ക് വരാങ്കെ അതാ ഇതാ ഇവളോ കൂട്ടം. എന്താ ഈ കൂടിക്കുന്ന ആൾക്കാരൊക്കെ കൈയെടുത്തിട്ട് ഒരു ആക്ടർ കൂടിയാണ്. അതാണ് ഇത്ര ആളുകൾ കൂടാനുള്ള കാരണം. എന്താ സെറ്റപ്പിലാണ്, ഒരു പവർ തന്നെ. എന്തായാലും ദളപതി വിജയ് ഈ ഒരു കത്തിപ്പാറ ഫ്ലൈ ഓവറിന് മുകളിലോട്ട് കയറിയ റീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഈ ഒരു വീഡിയോ ചെയ്യണ ചങ്ങായി ഭയങ്കര മടിയനായിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ അപ്ലോഡ് ചെയ്തത്. എന്തായാലും പോട്ടെ സുഹൃത്തുക്കളെ, ഈ കത്തിപ്പാറ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇത് ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു ഫ്ലൈ ഓവറാണ്. ഇത് ഓൾറെഡി ഈ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് കണ്ടെങ്കിൽ നിലവിൽ 2 മെട്രോയും 2 ഫ്ലൈ ഓവറും റോഡും പോകുന്നുണ്ട് ഈ ഒരു ഇതിനടിയിലൂടെ. ഈ മുകളിലുള്ള ഈ സാധനം എന്തൊക്കെയാണ്, 101 അടി 101 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു മെട്രോയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് പണി നടക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് അല്ല. നമ്മളെ കാന്റീൻ ലിവർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മെട്രോയുടെ ഈ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് പണി കഴിഞ്ഞ് കയറുന്നുണ്ടെങ്കിൽ സംഭവമാകും. ഇതിങ്ങനെ 2 സൈഡിലും ബാലൻസ് ചെയ്തിട്ടാണ്, അല്ലാതെ സ്പാൻ ഉപയോഗിച്ചിട്ട് ഗാഡർ കുത്തുകൊടുത്ത് അങ്ങനത്തെ പണിയൊന്നുമല്ല. ഏതായാലും ഇത് കഴിഞ്ഞ് വരുമ്പോൾ തമിഴ്നാടിന്റെ ഒരു എഞ്ചിനീയറിംഗ് മഹാത്ഭുതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ തന്നെ കത്തിപ്പാറ വേറെ ലെവലാണ്. ഇതിനിടയിൽ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ വേറൊരു ലെവൽ തന്നെയാണ്. ഏതായാലും മുത്തുവേൽ കരുണാനിധി ദ കളൈഞ്ചറുടെ സിഗ്നേച്ചർ, മുത്തുവേൽ കരുണാനിധി ദ കരുണാനിധി അവരുടെ ഒരു ദീർഘവീക്ഷണമാണ് ഈ ഒരു കത്തിപ്പാറ ഇങ്ങനെ ആക്കിയത് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു. അപ്പൊ നമ്മൾ അന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, വടപ്പളനി മുതൽ പൂണമല്ലി ബൈപ്പാസ് മെട്രോ ജംഗ്ഷൻ വരെ നമ്മൾ ഇന്നിങ്ങനെ സഞ്ചരിക്കുകയാണ്. മെട്രോയുടെ പണികൾ എത്രത്തോളം എത്തി എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കാണ്ട് പൂണമല്ലി ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ പോരൂർ വരെയുള്ള പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു വടപ്പളനി വരെയുള്ള ഭാഗത്ത് ഇലക്ട്രിക് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പോരൂർ വരെ സജ്ജമാണ്. അടുത്ത വർഷം ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ് മദ്രാസ്, ബോംബെ, കൽക്കട്ട, പിന്നെ ഡൽഹി. അതില് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ദീർഘവീക്ഷണമുള്ള നഗര ആസൂത്രണ പ്രവർത്തനമാണ് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിലവിലൊരു മെട്രോ ഉണ്ട്. ഇപ്പൊ നഗരത്തിന്റെ ചുറ്റിലും, അതായത് എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് ഫേസ് 2 ഫേസ് 3യുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയല്ലോ, ചെന്നൈ മറ്റുള്ള നഗരങ്ങളിൽ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ചെന്നൈ എന്ന് പറഞ്ഞാൽ നഗര വികസനം, അതായത് ദീർഘവീക്ഷണമുള്ള ഒരു 50 വർഷമൊക്കെ മുന്നിൽ കണ്ടിട്ടുള്ള വിഷനാണ് ഇവർക്ക് ഉള്ളത് കേട്ടോ. അതായത് അത്രയും കണ്ണിങ് ആയിട്ടുള്ള നഗരാസൂത്രണങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെന്നൈയിൽ കാണാൻ പറ്റും. ഒരു 10 വർഷം കഴിഞ്ഞ് ചെന്നൈയിൽ വരികയെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല, ഇതിലേറെ മാറിയിട്ടുണ്ടാകും. എന്തായാലും മറ്റുള്ള നഗരങ്ങളെ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ചെന്നൈ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 4 ലൈനുകളിൽ 100% പില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കോറിഡോർ 3 മാധവരം SIP കോഡ് സിപ്പ് കോഡ് via OMR വഴിയുള്ള മെട്രോയുടെ 100% തൂണുകളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. റെഡ് ലൈൻ കോയമ്പേട് ടു ചെന്നൈ ട്രേഡ് സെന്റർ ട്രാക്ക് ലൈൻ, അതായത് ട്രാക്ക്, അതിന് മുകളിൽ ട്രാക്ക് ഉണ്ടാക്കുന്ന പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 മീറ്റർ ട്രാക്ക് ഇടാൻ ചെന്നൈ മെട്രോ ആ ഒരു കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മോട് ആര് പറഞ്ഞത്, ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് കേട്ടോ. എന്തായാലും നല്ല വേഗത്തിലാണ് ചെന്നൈ മെട്രോയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂണമല്ലി ബൈപ്പാസ് ടു പോരൂർ. പക്ഷെ ഇത് വടപ്പളനി വരെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. അതായത് വടപ്പളനിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പൂണമല്ലി ജംഗ്ഷനിലേക്കാണ്. വടപ്പളനി മെട്രോ എന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. ഇവിടെയൊക്കെ തൂണൊക്കെയാണ്, എന്താ സെറ്റപ്പിലെ നല്ല വേഗത്തിലാണ് ഇതിന്റെ പണി കഴിഞ്ഞിട്ടോ. 2024 ഞാൻ ഈ ചെന്നൈ മെട്രോയുടെ ആദ്യ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് എന്താ പറയുക, നമ്മൾ എല്ലാ ഏരിയയും കൂടി കവർ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ സമയം വേണ്ടി വരും. ഏതായാലും ഞാൻ ഓരോ ഏരിയകൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ OMR വഴിയുള്ള ഒരു മെട്രോ ലൈനിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിച്ചിട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് വടപ്പളനി ടു പൂണമല്ലി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് ഇവിടെ കൊണ്ട് നിൽക്കണില്ല കേട്ടോ.
നമ്മൾ മെട്രോ സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു. ഇതുവരെ നമ്മൾ എയർപോർട്ടിലോട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമ്മുടെ കൊച്ചി മെട്രോ നീട്ടാൻ സാധിച്ചിട്ടില്ല. അതിന്റെ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. തോന്നുന്നു ഫേസ് 2ന്റെ പണിയൊക്കെ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചി മെട്രോയിൽ. പിന്നെ കൊച്ചിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ അത്ര സ്ഥല സൗകര്യം ഇല്ല. ഇത് പറഞ്ഞാൽ പരന്ന് കിടക്കില്ലേ. കേരളത്തിലെ എല്ലാ വലിയ നഗരങ്ങളും എടുത്ത് വെച്ച് ഒപ്പം വെച്ചുകയെന്നുണ്ടെങ്കിൽ ചെന്നൈൻ്റെ അത്ര എത്തൂല. ചെന്നൈ അത്രയും വലിയ സിറ്റിയാണ് ചെന്നൈ. പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. ഇവര് ഇതിങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തില്ല, ഇനി ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് ടു കീളമ്പാക്കം, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ബസ് സ്റ്റാൻഡിന്റെ വീഡിയോ കണ്ടില്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ, ബസ് ടെർമിനൽ 68 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബസ് സ്റ്റേഷനുകൾ കണ്ടില്ലേ. അപ്പൊ എയർപോർട്ട് ടു കീളമ്പാക്കം വരെ അടുത്തൊരു ലൈനിന്റെ DPR തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 15.46 കിലോമീറ്റർ എലിവേറ്റഡ് കോറിഡോർ DPR ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 9,335 കോടിയാണ് പ്രോജക്റ്റിന്റെ തുക കേട്ടോ, അതായത് എസ്റ്റിമേറ്റ് തുക അത്രയാണ്. പിന്നെ കീളമ്പാക്കം ടു ചെങ്കൽപ്പേട്ട് പറഞ്ഞാൽ വേറെ മാവട്ടം, അതായത് സിറ്റി വിട്ടു വേറെ ഊരിൽ പോയി. അതായത് നമ്മൾ ഡൽഹി NCR ഉണ്ടല്ലോ, ഗാസിയാബാദ്, അതേപോലെ നമ്മൾ ഗുർഗോണിലൊക്കെ കണക്ട് ചെയ്ത പോലെ സിറ്റി വിട്ടു വേറെ സ്ഥലത്തേക്ക്. ചെങ്കൽപ്പേട്ട് ടു കീളമ്പാക്കം 25.26 കിലോമീറ്റർ DPR തയ്യാറാക്കാൻ ചെന്നൈ മെട്രോ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് 2 ടോട്ടൽ 118.9 കിലോമീറ്റർ നീളത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 128 സ്റ്റേഷൻ വരുന്നുണ്ട്. 118.9 കിലോമീറ്റർ 128 സ്റ്റേഷൻ. അതിന്റെ കോസ്റ്റ് എത്ര ഞങ്ങൾ 63,246 കോടി. 2027 അവസാനത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കണം എന്നാണ് ചെന്നൈ മെട്രോ ആഗ്രഹിക്കുന്നത്. പണി എന്താകുമെന്ന് കണ്ടറിയാം. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവർ തമ്മിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വികസനത്തിന്റെ കാര്യം വരുമ്പോൾ നല്ല സപ്പോർട്ടാണ്. ഇവർക്ക് മാത്രമല്ല, തെലങ്കാനക്ക് നല്ല സപ്പോർട്ടുണ്ട്, ആന്ധ്രക്ക് പ്രത്യേകിച്ച് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് മാത്രമാണ് കാര്യമായിട്ടൊന്നും കിട്ടാത്തത്. ഇപ്പൊ അതിവേഗ റെയിൽവേ അതും നിർത്തലാക്കി തോന്നുന്നു. അതുകൊണ്ടെങ്കിൽ ഇവിടുന്ന് മെട്രോ ഡബിളായി പോകട്ടോ, ഡബിൾ ഡെക്കറായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ആ വരുന്ന ലൈന് വരുന്നുണ്ട്. ഇതാ ഇപ്പൊ നമ്മൾ ഈ പൂണമല്ലി റൂട്ടിൽ ഇങ്ങനെ പോണേ, ഇവിടുന്ന് ഇങ്ങനെ ഇനി ഒരുപാട് ദൂരത്തിൽ ഡബിൾ ഡെക്കറായിട്ടാണ് ഈ ഒരു മെട്രോ കടന്നു പോകുന്നത്. എന്താലേ പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കും, സ്ഥലവും വേണം. പിന്നെ ഇവർക്ക് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പൈസയുണ്ട്, പൈസ ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സംസ്ഥാനത്തിൽ തന്നെ നല്ല വരുമാനമുണ്ട്. ഇപ്പോൾ മറ്റേ UP ഇവരൊക്കെ കടമെടുക്കണ പോലെ, കർണാടക ഒക്കെ കടമെടുക്കണ പോലെ ഇവർക്കും കടമെടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. കാരണം ഇവർക്ക് എത്രയും വരുമാനം ഇങ്ങനെ വരുമ്പോൾ കടമെടുക്കാനും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഒരു അനുമതി എന്തായാലും കിട്ടും എന്നൊക്കെ തോന്നുന്നു. ഇവിടൊക്കെ ഇലക്ട്രിക് വർക്കുകൾ കഴിഞ്ഞതാണ്. കണ്ടകള് എന്താ സെറ്റപ്പില് ഡബിൾ ഡെക്കർ, അതിൽ സ്റ്റേഷനും ഉണ്ട്. ഡബിൾ ഡെക്കറിൽ 2 സ്റ്റേഷനും. എന്തായാലും കോയമ്പത്തൂർ മെട്രോ അത് കേന്ദ്ര സർക്കാർ ചെറുതായിട്ടൊരു പണി കൊടുക്കാനുള്ള മട്ടാണെന്ന് തോന്നുന്നു. വേണ്ടത്ര പോപ്പുലേഷൻ കോയമ്പത്തൂരിൽ അത്ര ജനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുടക്കിയിട്ടുള്ളത്. പക്ഷെ അതിന് DPR കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കണ്. സ്കൂൾ വിട്ട സമയം കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. വടപ്പളനിയിൽ നിന്ന് നമ്മൾ റാപ്പിഡോയിലാണ് പൂണമല്ലിക്ക് പോകുന്നത് കേട്ടോ. 256 രൂപ. ഇലക്ട്രിക് വണ്ടിയാണ് നമുക്ക് കിട്ടിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ പല സ്ഥലത്തും കറങ്ങി, ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് ഏതർ നമുക്ക് കിട്ടുന്നത് റാപ്പിഡോയില്. നല്ല ബ്ലോക്ക് ഉണ്ട് ഈ ഒരു സമയം, സ്കൂൾ വിട്ടുന്ന സമയത്തുണ്ട്. നല്ല വെയിലും നല്ല ചൂടുണ്ട്, നല്ല പൊടിയാണ്. പിന്നെ ഇവിടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് അത്ര ഇതില്ല തോന്നുന്നു. പോലീസ് ഫോട്ടോ എടുക്കും തോന്നുന്നു. പക്ഷേ ഹൈദരാബാദ് തീരെ നമുക്ക് ഹെൽമെറ്റ് തരില്ല. ഇവിടെ ചില ആൾക്കാരൊക്കെ നമുക്ക് ഹെൽമെറ്റ് തരലുണ്ട്. ഈ ചെന്നൈയിലെത്തുമ്പോൾ ഡൽഹിയിൽ പിന്നെ എന്തായാലും ഹെൽമെറ്റ് തരും. മുംബൈയിൽ അതേപോലെ ഹെൽമെറ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹെൽമെറ്റ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ നോ പ്രോബ്ലം പറഞ്ഞു. അപ്പൊ കോയമ്പത്തൂർ മെട്രോ അത് ഫൈനൽ DPRും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇതാണ് ഇങ്ങനെ എന്തോ ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വേറെ സർക്കാരായിരുന്നു, അവരും കേന്ദ്ര സർക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു കൊണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ അവർക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതുപോലെ പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ കോയമ്പത്തൂർ പോലത്തെ ഒരു നഗരത്തിന് മെട്രോ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുമ്പോൾ കേരളത്തിലെ നമ്മൾ തിരുവനന്തപുരം മെട്രോ വേണം, അതേപോലെ കോഴിക്കോട് ഒരു ലൈറ്റ് മെട്രോ വേണം എന്നൊക്കെ നമ്മൾ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ? ഞാൻ അങ്ങനെ ആലോചിച്ചു. കാരണം കോയമ്പത്തൂരിന് ഇത് കൊടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കോഴിക്കോടിനൊക്കെ പിന്നെ എങ്ങനെ കിട്ടല്? സ്ഥലവും വേണം, പൈസയും വേണം, എല്ലാതും വേണം. ഏതായാലും ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചോളി. ഡബിൾ ഡെക്കർ കണ്ടില്ല ഞങ്ങൾ, അടിയിലൂടി മെട്രോ മേലക്കൂടി മെട്രോ. അങ്ങനെ ഇതിന്റെ ഡ്രോൺ വിഷനൊക്കെ എടുത്താണ്ടല്ലോ എൻ്റെ മോനെ പൊളിക്കും. ഇത് സിറ്റി വിട്ടതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഇവിടെ നിന്ന് പറക്കം ചെയ്യാം. ഇതൊരു സ്റ്റേഷനാട്ടോ, അതൊക്കെയാണ് സ്റ്റേഷൻ. മേലും സ്റ്റേഷന്, അടിയിലും സ്റ്റേഷന്. എന്താ സെറ്റപ്പില്ല. സ്റ്റേഷൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരോട് പറഞ്ഞുകാണ്ട് പെർമിഷനൊക്കെ എടുത്താൽ ഉള്ളിലൊക്കെ ഇത് എടുക്കാൻ പറ്റും. ഇപ്പൊ പണികളൊന്നും കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് പോരൂർ സ്റ്റേഷൻ കേട്ടോ. ഇവിടെയാണ് ദളപതി വിജയ് വന്ന് ഇറങ്ങിയത്. അതായത് പൂണമല്ലി ജംഗ്ഷനിൽ കയറിയിട്ട് ഇതാ ഈ ഒരു പോരൂർ വന്നാണ് ഇറങ്ങിയത്. ഇവിടുന്ന് അങ്ങോട്ടാണോ എനിക്കറിയില്ല. എന്തായാലും ഈ ഇവിടം വരെ, ഈ ഒരു സ്റ്റേഷൻ വരെ
100% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ട്രയൽ റണ്ണ് നടത്തുന്ന പണികൾ കഴിഞ്ഞു. ഇപ്പോൾ എന്തിനാ ട്രയൽ റണ്ണ്? പുതിയ മുഖ്യമന്ത്രി ഇപ്പൊ ഇതിലൂടെ സഞ്ചരിച്ചില്ലേ, അതിനും വലുതുണ്ട്. ഇപ്പം അത്രയും മെട്രോ സർവീസ് ഒക്കെ ഉഷാറായില്ല. ടിക്കറ്റ് എടുത്തിട്ടാണ് എന്ന് യാത്ര ചെയ്തത്. എന്തായാലും 2027 കൂടിയിട്ട് ഈ ഒരു പൂണമല്ലി ജംഗ്ഷൻ ടു പൂണമല്ലി ബൈപ്പാസ് ടു പോരൂർ വരെയുള്ള സർവീസ് തുടങ്ങുന്നതായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പൂണമല്ലി ഏരിയയാണ്. ഈ ഒരു ഭാഗത്തെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഏത് കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഞാൻ ആദ്യം തുടങ്ങിയതാണ്, എന്താണെന്ന് അറിയില്ല. എന്തോ സെറ്റപ്പില് കൊള്ളാം. അതൊരു അടുത്തൊരു സ്റ്റേഷനൊക്കെ ഇപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യത്തിനെക്കാട്ടി ഒന്നും കൂടി ഒരു ഒഴിച്ചുകാണ്ട്, അതായത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഇതിലാക്കി എടുത്തിട്ടുണ്ട്, നല്ല സെറ്റപ്പിൽ. ഇപ്പൊ നമ്മളെ പുരി സാറേക്കാലിക്കാൻ, അതേപോലെ ഡൽഹിയിലിട്ടോ സാറേക്കാലിക്കാൻ, അതേപോലത്തെ സ്ഥലത്തൊക്കെ RRTSന്റെ സ്റ്റേഷനൊക്കെ ഒരു പ്രത്യേക ഒരു കോഡാണ്. എല്ലാ സ്റ്റേഷനും ഒരേ കോഡിലാണ്, ഒരു കളർ കോഡും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ലൈനിൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒരേ ഒരു പോലെ, പക്ഷെ ചിലതെല്ലാം വലുപ്പം ഉണ്ടാകും, ചിലത് അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതിന്റെ ഏതൊക്കെ ലൈനാണ് ഇനി വരുന്നത്, ഏതൊക്കെ ലൈനാണ് ഇപ്പൊ ചെന്നൈയിലുള്ളത്? ചെന്നൈയിൽ ഇപ്പൊ നിലവിൽ 2 ലൈനാണ് ഉള്ളത്, ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് ബ്ലൂ ലൈനും. എന്തായാലും നല്ല സർവീസാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മെട്രോ സർവീസ്, ഇപ്പൊ ഏറ്റവും മുമ്പ് നമ്മളിപ്പോൾ കുറെ മെട്രോ സഞ്ചരിച്ചിട്ടുണ്ട്, അതിൽ ഏറ്റവും എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയത് ഹൈദരാബാദ് മെട്രോ ആണ്. നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെ നല്ല സർവീസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ മെട്രോ നല്ല സർവീസാണ്, ആരും പരാതി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളി സർവീസാണ്. ഏറ്റവും മോശപ്പെട്ടത് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചതിൽ നമുക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയത്, ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയത് ബാംഗ്ലൂരു മെട്രോ കേട്ടോ. ബാംഗ്ലൂർ ആ ഗ്രീൻ ലൈനിലൊക്കെ സഞ്ചരിച്ച് മജിസ്റ്റിക്കിൽ ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിന് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈദരാബാദ് മെട്രോ ആണ് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചതിൽ എനിക്ക് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് തോന്നിയത്. അതേപോലെ ചെന്നൈ മെട്രോ കുഴപ്പമില്ല, ഡൽഹി മെട്രോയും കുഴപ്പമില്ല. ഡൽഹി മെട്രോ ഇപ്പോൾ ഉഷാറാണ്, ചില തിരക്കുള്ള ലൈന് ഒഴിവാക്കിയിട്ട് ബ്ലൂ ലൈനിലൊക്കെ നല്ല സർവീസാണ്. പക്ഷേ ബാംഗ്ലൂരിൽ ഏത് ലൈനാണെന്നുണ്ടെങ്കിലും ഭയങ്കര പ്രയാസമാണ്. അതിന് ഒന്നും കൂടി ബോഗിയോ എന്തെങ്കിലുമൊക്കെ, അത് ആ ചൈന കമ്പനി ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ് തോന്നുന്നു. അതും കൂടി റെഡി ആക്കാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ മെട്രോ അടിപൊളിയാകും. എന്തായാലും ഇവിടെ ഒരു 5 ലൈനും കൂടി, ചെന്നൈയിൽ 5 ലൈനും കൂടി വന്നിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല മെട്രോ സർവീസ് ചെന്നൈ മെട്രോയുടേതായിരിക്കും. പക്ഷേ ഏറ്റവും നല്ല ലെങ്ത് ഉള്ളത് ഡൽഹി മെട്രോ ഉണ്ടാവും കേട്ടോ. ഡൽഹി NCR ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഡൽഹി മെട്രോ ആയിരിക്കും ലെങ്ത് ഉള്ളത്. പക്ഷെ നല്ല സർവീസ് ഇവർ ചെന്നൈ തന്നെ ആയിരിക്കും. നമ്മളെ വർത്തമാനത്തിൽ ഓരോ സ്റ്റേഷനുകളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സ്റ്റേഷന്റെ ഒക്കെ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഏതൊക്കെ ലൈന് പണി നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം. ഓറഞ്ച് ലൈൻ മാധവരം മിൽക്ക് കോളനി ടു സിപ്കോട്ട് via OMR വഴിയുള്ള ഓറഞ്ച് ലൈന് 45.8 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. 50 സ്റ്റേഷൻ കേട്ടോ. 45.8 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 50 സ്റ്റേഷനാണ് വരുന്നത്. ഒരു സ്റ്റേഷൻ കേട്ടോ. അങ്ങനെയുണ്ട്. സ്റ്റേഷൻ എങ്ങനെയുണ്ട്? நான் போட்டோ பிடிக்க தான் வந்தேன். எங்கேருந்து வந்து தெரியுமா? ஹிமாச்சல் பிரதேஷ்லேருந்து வந்திருக்கு. நான் போட்டோ பிடிக்கிறதுக்கு. போட்டோமா? ഓക്കെ വരാൻ. കഴിയില്ലട്ടോ. ചൂട്, പൊടി, മാസ്ക് നിർബന്ധമാണ്, സൺഗ്ലാസ് നിർബന്ധമാണ്, എല്ലാം നിർബന്ധമാണ്. നടക്കൂല. നല്ല ചൂടാട്ടോ. ചോറിന്റെ ആവശ്യമില്ല, വെള്ളം ഇങ്ങനെ കുടിക്കണേ. ഓറഞ്ച് ലൈൻ, പിങ്ക് ലൈൻ, റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ വലിപ്പം കൂട്ടുന്ന പണി, അങ്ങനെ 4 കോറിഡോർ ആയിട്ടാണ് ഈ ഒരു മെട്രോയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൂണമല്ലി ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെട്രോ. പൂണമല്ലി ബസ് സ്റ്റാൻഡ് മെട്രോ സ്റ്റേഷൻ ആയിട്ടത്. പൂണമല്ലി ഗവൺമെന്റ് ആണ് പൂണമല്ലി ബസ് സ്റ്റാൻഡ്. പൂണമല്ലി ബസ് സ്റ്റാൻഡ്, പൂണമല്ലി ഗവൺമെന്റ് ഹോസ്പിറ്റല്, അപ്പുറം പൂണമല്ലി ലാസ്റ്റ്. 4 സ്റ്റേഷനായിട്ടുണ്ട് പൂണമല്ലി മാത്രമാണ്. ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ ഉണ്ടോ? ഇതിനാണ് ഈ പോണിട്ട്. ഓറഞ്ച് ലൈൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത്. പൂണമല്ലി ജംഗ്ഷൻ ടു പോരൂർ വരെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പൂണമല്ലി ബൈപ്പാസ് ജംഗ്ഷൻ. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ പണി കഴിഞ്ഞ് എല്ലാം സെറ്റാണ്. ഇനി ആൾക്കാരുണ്ട് യാത്ര ചെയ്താൽ മതി. പക്ഷേ 8 കിലോമീറ്ററിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. വടപ്പളനി വരെയുള്ള ഭാഗത്തെ ലൈൻ വർക്കുകളും അതേപോലെ ട്രാക്കിന്റെ വർക്കുകളൊക്കെയാണ് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 2 സ്ഥലത്ത് സ്റ്റേഷന്റെ പണികൾ ഇങ്ങനെ നടന്ന് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് പൂണമല്ലി ഭാഗട്ടോ. പൂണമല്ലി ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് തവണ ചെന്നൈയിൽ വന്നുകയെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പൊ ഇതാണ് അവസാന സ്റ്റേഷൻ. ഇവിടെ ഇങ്ങനെ ആകാശപാതമൊക്കെയാണ് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെന്നൈയെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ചെന്നൈ കേട്ടോ. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ആദ്യ 10 സ്ഥാനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ കുറച്ച് ഒരു 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തായിട്ടായിരിക്കും. ഇപ്പൊ ഒരുപാട് ചെറിയ ചെറിയ നഗരങ്ങൾ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബിസിനസ് എല്ലാ കാര്യങ്ങളും കൊണ്ടാണ്. പക്ഷെ ഈ ഒരു ഇൻഫ്രയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല വളർച്ചയുള്ള ഒരു സിറ്റി നഗരം നമ്മുടെ ചെന്നൈയാണ്. നമ്മുടെ അല്ല, തമിഴ്നാടിന്റെ ചെന്നൈ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ സ്വന്തം നാടിനെ തള്ളിപ്പറഞ്ഞ് മറ്റേന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ കേരളം കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തമിഴ്നാടിനെ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് നല്ല സ്നേഹം, നല്ല ആൾക്കാരാണ്. ഒരുപാട് ആളുകൾക്ക് തമിഴ്നാടിനോട് ഒരു മനസ്സിന് ചെറിയൊരു ഇതുണ്ട്. കാരണം പഠിക്കാൻ പോയിട്ടും ജോലിക്ക് പോയിട്ടും അങ്ങനെ ഒരുപാട് ഉണ്ടാവും. ഏതായാലും നല്ല ആൾക്കാരാട്ടോ. ആ ഒരു കാര്യത്തിൽ തമിഴ്നാട് ഓക്കെയാണ്. എന്താ വെച്ചാൽ എല്ലാം കൊണ്ട് ഓക്കെ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് പറ്റുന്ന എല്ലാ ഭക്ഷണവും ഇവിടെ ഉണ്ടാവും. ആ കാര്യത്തിൽ ഉഷാറാണ്. അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ചെന്നൈ മെട്രോയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. വടപ്പളനി മുതൽ പൂണമല്ലി വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കണ്ടു കേട്ടോ. എങ്ങനെയുണ്ട് വീഡിയോ? ഉഷാറല്ലേ? നമ്മളിപ്പോ പൂണമല്ലി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാ. ഇവിടെ നമുക്ക് കേളമ്പാക്കത്തേക്കുള്ള ബസ് പിടിക്കണം. എന്റെ കടിപ്പോ അത് AC ബസ് കിട്ടി അത്രയും നന്ദി. AC ബസ് ഉണ്ടാവുമോ? ഇളമ്പാക്കും പച്ചപ്പൂർ മാത്രം ഉഷാർ കിട്ടുമോ? ബാക്കിയുള്ള ബസ് സ്റ്റാൻഡൊക്കെ ഇതേപോലെ തന്നെയാണ്. ഒരുപാട് ബസ് സ്റ്റാൻഡുകളുടെ പണി നടക്കുന്നുണ്ട്. ഇപ്പൊ രാമനാഥപുരം നമ്മൾ പോയ നടക്കെ പണി നടക്കുന്നുണ്ട്. ഉഷാറാവും തോന്നുന്നു. 66B എന്ന ബസ്സിൽ നമ്മൾ ഇനി പോകണം. വളകണ്ടകള് അടിപൊളി വളകളും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇതാട്ടോ. ഒരു മാള അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുപ്പിവളകൾ, കമ്മല്, എല്ലാ സാധനങ്ങളും. ഇനി അപ്പുറത്ത് നിൽക്കാന്നുണ്ടെങ്കിൽ അരിനെല്ലിക്ക ഒക്കെ ഇതോളോ 30. ഇത് നാവൽപ്പഴം 30. ഒരു നാവൽപ്പഴം കൊടുക്ക്. ക്യാഷ് ഇരിക്കാ പാകം. ഓക്കെ. ഒന്ന് കാറൊന്നും പോടണ്ട. നാവൽപ്പഴം 30 രൂപ, അരിനെല്ലിക്ക 30 രൂപ, പൈനാപ്പിൾ എല്ലാം 30. പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ മാംഗോ. എങ്ങനെയുണ്ട്? നാവൽപ്പഴയും പെപ്സിയും സാറല്ലേ? പൊളി. അരിനെല്ലിക്ക ഓക്കെ. നോക്കുന്ന അരിനെല്ലിക്ക എടുക്കാം. ഒരു അരിനെല്ലിക്കും ഒരു ബസ്സിൽ പോണ വരെ തിന്ന. അക്ക എന്ത് ഊര്? എന്താ ഊരുതാ? ഇതേ ഊരുതാ. ഇതെല്ലാം എങ്ങനെ വരുത്? നാവൽപ്പഴം കോയമ്പേടാ. ഓക്കെ. ശരി പോട്ടാ. ഇനി നമ്മൾ ബസ് തപ്പണം. ബസ് പോയിട്ട് ഇങ്ങനെ ആയിക്കൂടെ പോകണം. ഇതെന്താ അറിയോ? ഈ വീഡിയോ എടുക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു മടിയുണ്ടോ, പിന്നെ നമുക്കാണ് ശീലമായി. ഇത് AC ഇല്ല കേട്ടോ. ഇതിൽ AC ഓഫാണ്. ഇതിൽ AC ഓഫാണ്. AC ബസ് കിട്ടിയാൽ അത്രയും നന്നായി. ഇത് അത് കാറ്റഗറി പെട്ടത് MTC മെട്രോ ചെന്നൈ. ഇത് AC ഇല്ല. നമുക്ക് ഈ AC ബസ് തന്നെ കിട്ടിയിട്ടാ. പെട്ടെന്നോടാ നമ്മുടെ സീറ്റ്. അടിപൊളി. ഇത് ലേഡീസിന് വേറെ സീറ്റ് തന്നെ സെപ്പറേറ്റ് കൊടുക്കുന്നത്. AC ബസ് വെച്ചിട്ട് 50 രൂപ ഉണ്ട് ടിക്കറ്റ്. നിങ്ങളുടെ പൂണമല്ലി 50 രൂപ. പിന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോ നമ്മളിരിക്കുന്ന പ്രോ ആപ്പ് ഉപയോഗിച്ചിട്ട് എടുത്തതാണ്. 15 രൂപ ഫെയർ. ലൊക്കേഷൻ നമ്മൾ പോട്ടെ ഫെയർ ഓട്ടോമാറ്റിക്കായി വരും. ഓക്കെ. ഈ സാധനം കണ്ടക്ടർ കാണിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്ത സ്റ്റേഷൻ്റെ അനൗൺസ് ഉണ്ട്. സംഭവം അടിപൊളി. 50 രൂപ കേട്ടോ. എത്ര കിലോമീറ്റർ ഇതിൽ? കിലോമീറ്റർ ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട്. 1.5 മണിക്കൂറത്തെ ഓട്ടത്തിന് 50 രൂപ. മെട്രോ ചാർജിനെക്കാട്ടും കുറവല്ലേ? ഷുവർ. എന്താ സെറ്റപ്പില്ലേ? പക്ഷേ സിറ്റി ബസ് ആയതുകൊണ്ട് തന്നെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടില്ല. ബാഗ് ഇട്ടാണ് നിൽക്കാനുള്ളതെല്ലാം ഉണ്ട്. എല്ലാം ഉഷാർ. CCTV ഉണ്ട്, ബോക്സ് ഉണ്ട്, അനൗൺസ് ഉണ്ട്. അനൗൺസ് നോക്കി സ്ത്രീകൾക്ക് ഇതിന്റെ മേലെ അവിടെ ഡിസ്പ്ലേ. ഓക്കെ.
യാത്രക്കാർക്ക് QR സെറ്റപ്പ് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നമ്മൾ കണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ ഇത് കുറെ കാലം 2021 നമ്മൾ ഈ സാധനം കണ്ടിരിക്കണം, അതിന് മുന്നേ ഉണ്ടാകും. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മക്കളെ. അപ്പം നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.